Hello, we'll start next lesson, breath and blood of life. So we breathe നമുക്കറിയാം. What do you mean by this breathing? Inhaling air, that is called inspiration. വായു അകത്തേക്ക് എടുക്കുന്നു. Next is exhaling air, പുറത്തേക്ക് വിടുന്നു, that is expiration. Both this inspiration and expiration എന്താണ്, we call it as breathing. Through nose, air enters into the nasal cavity. ആ nasal cavity താഴെ ഒരു ചെറിയ ട്യൂബ് ഉണ്ട്, ട്രക്കിയ എന്ന് പറയുന്നു. ആ ട്യൂബിലേക്ക് ഇറങ്ങുന്നു. ആ ട്രക്കിയയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഇറ്റ് ഗോസ് ടു ലങ്സ്. ഇത് രണ്ട് ശ്വാസകോശങ്ങളിലേക്കും ആ വായു കടന്നു പോവുകയും അവിടെ വെച്ചാണ് എന്താണ് ഓക്സിജൻ കൂടുതൽ കൈമാറ്റം നടക്കുന്നത്, അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചു കൊടുക്കുന്നു, ഓക്സിജൻ ബ്ലഡിലോട്ട് കലരുന്നു, അതൊക്കെ നടക്കുന്നത് അവിടെ വെച്ചാണ്. ഇനി ഇതിനെയൊക്കെ ശ്വാസകോശങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത് ദർ ഇസ് എ റിബ് കേജ്, വാരിയലിൻ്റെ ഒരു കൂടുണ്ട്. ഈ റിബ് കേജ് മൂവ്മെൻ്റ് നടത്തുന്നു. അതിന് താഴെ ഡയഫ്രം ഉണ്ട്. ഡയഫ്രവും മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് നാം എന്ത് ചെയ്യുന്നത്, ശ്വാസം അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും. ദാറ്റ് ഈസ് ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ ടേക്സ് പ്ലേസ്. Taking of oxygen-rich air to the body is called inspiration. And let us see what is expiration. Process of throwing air which are rich in carbon dioxide outside the body is called expiration. അതാണ് ഉച്ഛ്വാസവും നിശ്വാസവും. ഓക്കെ, ഓക്സിജൻ കൂടുതലടങ്ങി എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലടങ്ങി പുറത്ത് വിടുന്നു. We will see the parts. Air enters through the nose opening, that is nostrils, enters into the nasal cavity through the windpipe, that is trachea. It enters into the two lungs. In the lungs, how the process of inspiration takes place is, ഈ ഡയഫ്രം ഒന്ന് താഴോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ഡയഫ്രത്തിനല്ലേ നമ്മൾ റിബ് കേജിനുള്ള സ്പേസ് കൂടുന്നു. സ്പേസ് കൂടുമ്പോൾ അവിടെ എയർ പ്രഷർ കുറയുന്നു. സോ ദ എയർ റഷസ് ഫ്രം ഔട്ട്സൈഡ് ടു ദ ലങ്സിലോട്ട് ഓക്സിജൻ അടങ്ങിയ വായു കൂടുതലേക്ക് കടന്നു വരുന്നു. ദാറ്റ് ഈസ് ഇൻസ്പിറേഷൻ. ഇനി നേരെ തിരിച്ച് ഹൗ ദ പ്രോസസ് ഓഫ് എക്സ്പിറേഷൻ ടേക്സ് പ്ലേസ്, അത് നമുക്ക് നോക്കാം. എന്ത് ചെയ്യുന്നു, എക്സ്പിറേഷൻ ടൈമിൽ എന്ത് ചെയ്യുന്നു, ഡയഫ്രം പഴയ രീതിയിൽ വളഞ്ഞു പോകുന്നു. സോ ദ പ്രഷർ ഇൻസൈഡ് ദ ലങ്സ് ഇൻക്രീസസ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, അവിടെ എന്ത് ചെയ്യുന്നു, എയറിനെ പുഷ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലടങ്ങിയ എയറിനെ പുഷ് ചെയ്ത് പുറത്തേക്ക് വിടുന്നു. ആ പ്രോസസ്സാണ് എക്സ്പിറേഷൻ എന്നറിയപ്പെടുന്നത്. അപ്പം ഈ പ്രഷറിൻ്റെ ഡിഫറൻസ് കൊണ്ടാണ് രണ്ട് പ്രാവശ്യവും വായു അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ദിസ് ഈസ് ദ process of inspiration and expiration. Now we will the structure of our respiratory system inside. It starts with inside. It is the main thing is lungs, two lungs, then larynx, that is the nasal cavity coming and opening there at larynx, then trachea goes and divides into two, that bronchi. രണ്ടിനെ നമ്മൾ ബ്രോങ്കൈ എന്ന് പറയുന്നു. രണ്ടായിട്ട് മാറുന്നു. 1 ബ്രോങ്കസ്, 2 ആണെങ്കിൽ ബ്രോങ്കൈ എന്ന് നമ്മൾ പറയുന്നു. അതിനുശേഷം ഈ ട്രക്കിയ ബ്രോങ്കിയൊക്കെ വളരെ മെംബ്രെയിൻസ് ആണ്, അത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവയ്ക്ക് ചുറ്റും സി ഷേപ്പിലുള്ള കാർട്ടിലേജ് തരുണാസ്ഥി കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നത്. ഈ ബ്ലാക്ക് റിങ്സ് പോലത്തെ ചുറ്റും ട്രക്കയിലും ബ്രോങ്കയിലും കാണാം. എന്താണ്, ചെറിയ സി ഷേപ്ഡ് റിങ്സ് ഓഫ് കാർട്ടിലേജ്. കാർട്ടിലേജ് ആണ്, തരുണാസ്ഥി എന്ന് പറയും, വളരെ കട്ടി കുറഞ്ഞ അസ്ഥി. അല്ലെങ്കിൽ ഇത് ഈ ട്രക്കിയും ബ്രോങ്കയ്ക്ക് മെംബ്രെയിനസ് ആണ്, അത് ഒട്ടിപ്പോകും. ടു അവോയ്ഡ് ദാറ്റ് ദർ ഈസ് സി ഷേപ്ഡ് കാർട്ടിലേജ് ബോൺ. കാർട്ടിലേജ് എന്നൊരു ടൈപ്പ് ഓഫ് ബോണാണ്. തരുണാസ്ഥി, കട്ടി കുറഞ്ഞ അസ്ഥി, അവ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. എയർ പാസ് ചെയ്ത് ലങ്സിലോട്ട് പോകണമെങ്കിൽ അവിടെ ശരിക്കൊരു ഹോൾ വേണം. ഇനി മെംബ്രെയിൻ മാത്രമാണെങ്കിൽ ദർ ഇസ് ചാൻസ് ടു ഒട്ടിപ്പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ സി ഷേപ്പിലുള്ള കാർട്ടിലേജസ് ബോൺസ് തരുണാസ്ഥികൾ കൊണ്ട് അവയെ ബലപ്പെടുത്തി. ഔട്ട്സൈഡ് നമുക്ക് എന്തെല്ലാം കാണാം, നോസും നോസ്ട്രിൽസ്. നോസിൻ്റെ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ നോസ്ട്രിൽസ്, നാസാദ്വാരം എന്ന് പറയുന്നത്, അതാണ് നോസ്ട്രിൽസ്. ദിസ് ഈസ് ദ പാർട്ട് ദാറ്റ് വി ക്യാൻ ഫൈൻഡ് ഔട്ട്സൈഡ് അവർ ബോഡി. Understand the process of breathing through a simple experiment. Take a transparent plastic bottle. Remove its bottom. Then take a rubber cork, Y-shaped plastic tube and 2 deflated balloons. Now to each fork end of the tube, fix the balloons.
Cap the bottle with cork. Put the tube attached to the balloons inside the bottle from its open bottom. Make a hole in the cork and pass the open end of the tube outside the bottle through the hole. Now tie a rubber sheet at the bottom of the bottle tightly so that no air can pass through it. Pull down the rubber sheet and watch the balloons get inflated. Now push the rubber sheet inside the bottle and watch the balloons collapse. How do the balloons get inflated and deflated when we pull or push the rubber sheet? When we pull the rubber sheet outwards, the space inside the bottle increases and the air inside the bottle becomes lighter. So the dense air rushes into the balloons from outside. The air enters the tube through the opening outside the bottle. Then the air travels through the tube and enters the two branches of the tubes and into the balloons. When we push the rubber sheet inside, the space in the jar is reduced and the pressure is increased. This pushes the air out of the balloons. The balloons get deflated.